ഹായ് ആൾ. അപ്പോൾ ഇന്ന് ഏപ്രിൽ 25 നമ്മുടെ ലാലേട്ടൻ്റെ തുടരും എന്ന മൂവി, ലാലേട്ടൻ തരുൺ മൂർത്തി കോമ്പോയിൽ വന്ന തുടരും എന്ന മൂവി റിലീസായിരിക്കുകയാണ്. വിത്ത് ശോഭന മാം, പിന്നെ കുറച്ചധികം ക്യാരക്ടേഴ്സുമായിട്ട്. എല്ലാവരും പറയുന്ന പോലെ, എല്ലാവരും അല്ല, ലാലേട്ടൻ്റെ ഹേറ്റേഴ്സ് പറയുന്ന പോലെ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കിട്ടി. എവിടെയും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. മോഹൻലാൽ എന്നുള്ള താരവും മോഹൻലാൽ എന്നുള്ള ആക്ടറും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഈ മൂവിയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, എൻ്റെ അമ്മോ, എന്ത് നമുക്ക് പറയാൻ വാക്കുകളില്ല. തിയേറ്ററിൽ ഓരോ സീനും ഗൂസ് ബംസ് തരുന്നൊരു പെർഫോമൻസ് ആയിരുന്നു. ഇതൊരു ഫാമിലി പടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. ഒരു മാസ് പടമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. ഒരു ക്ലാസ് പടമാണോ എന്ന് ചോദിച്ചാൽ ആണ്. എല്ലാം അടങ്ങിയ ഒരു ചേരുവ. എല്ലാ ഭാവങ്ങളും, കോമഡി, ആക്ഷൻ, റൊമാൻസ്. നമ്മുടെ ആറാട്ടെണ്ണം പറയുന്ന പോലെ അതിൽ കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, പ്രതികാരം, റിവഞ്ച് എല്ലാം കൂടി ചേർന്നിട്ട് എന്താ പറയുക, ദൃശ്യത്തിൽ പുലിമുരുകനുണ്ടായ മകൻ. അതാണ് തരുൺ മൂർത്തിയുടെ തുടരും എന്ന് പറഞ്ഞ പടം. ഇനി പടത്തിലേക്ക് വരാം. പടം തുടങ്ങുന്നത് ഒരു മോഹൻലാലിൻ്റെ ക്യാരക്ടറായ ബെൻസിൻ്റെ ഫാമിലിയൊക്കെ കാണിച്ച്, ശോഭന മാം, 2 മക്കൾ, ഇതൊക്കെ ആയിട്ട് നല്ല പതിഞ്ഞ താളത്തിൽ തുടങ്ങിപ്പോകുന്ന ഒരു ആദ്യ പകുതിയാണ്. അതിൽ തന്നെ ഇതിൽ മോഹൻലാലിൻ്റെ തന്നെ പഴയ, ലാലേട്ടൻ്റെ തന്നെ പഴയ പല ഫ്ലോപ്പ് പടങ്ങളുടെയും റെഫറൻസ് അതിൽ ഡയലോഗുകളിൽ എടുത്ത് സ്വയം ട്രോളിക്കൊണ്ടാണ് ഈ റോസ്റ്റ് ചെയ്യാണ് മോഹൻലാലിനെ. എന്താണ്, ഫസ്റ്റ് ഹാഫിൽ കംപ്ലീറ്റ് റോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള കോമഡീസും, പിന്നെ മോഹൻലാലിൻ്റെ കുറേ എക്സ്പ്രഷൻസും, ലാലേട്ടൻ്റെ കുറേ എക്സ്പ്രഷൻസും, പണ്ടെങ്ങോ കണ്ട ലാലേട്ടൻ്റെ കുറേ എക്സ്പ്രഷൻസൊക്കെ ഇട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നൊരു ഫസ്റ്റ് ഹാഫ്. അതിൻ്റെ ഇടയിൽ ഈ ബെൻസ് എന്ന് പറഞ്ഞ ആളുടെ ജീവിതത്തിൽ നടക്കുന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ നിൽക്കുന്നൊരു ഇൻ്റർവെൽ ബ്ലോക്കാണ്. അതും അസാധ്യം എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ ബ്ലോക്ക്. ഇൻ്റർവെല്ല് കഴിഞ്ഞ് ഈ ഫാമിലി പടം നമ്മൾ കണ്ട സിനിമയുടെ ഗിയർ അങ്ങോട്ട് ചേഞ്ച് ആവാണ്. അങ്ങോട്ട് ചേഞ്ചായിട്ടും സെക്കൻഡ് ഹാഫ് മാരകമായിട്ടാണ് തരുൺ മൂർത്തി എടുത്തു വെച്ചിരിക്കുന്നത്. അതിൽ ജേക്ക് ബിജോയുടെ ഒരു BGM കൂടി ആകുമ്പോൾ പടം വേറെ ലെവലിലെത്താണ്. അത് ഇൻ ആൻഡ് ഔട്ട് ലാലേട്ടൻ ഷോ ആണ്. ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ശോഭന മാമും ഉണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഗിയർ മാറുമ്പോഴും ശോഭന മാമിനെ കാണിക്കുന്നുണ്ട്, അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഇത് ശോഭന മാം അല്ലാതെ ആര് നായികയായി കഴിഞ്ഞാലും ഓടുന്നുള്ളൊരു ഇത് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴാണ് ശോഭന മാമിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെയും ആ ഒരു നോട്ടത്തിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം അവിടെ മനസ്സിലാവുന്നത്. അത് നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് പറഞ്ഞ് അതിൻ്റെ സ്പോയിലറൊന്നും കളയുന്നില്ല. പിന്നെ പറഞ്ഞല്ലോ, ഇൻ ആൻഡ് ഔട്ട് ലാലേട്ടൻ ഷോ ആണ്. ലാലേട്ടന് ഗംഭീര പെർഫോമൻസ് ആണെങ്കിൽ കൂടി ഇതൊരു കേക്ക് വാക്കാണ്. കാരണം ഇതിനും വലുത് പുള്ളി മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ മുകളിൽ ഇത് ചെയ്തു. പക്ഷേ വലിയ രീതിയിലൊന്നും മെനക്കിടങ്ങിയൊന്നും വന്നിട്ടില്ല. നല്ലൊരു കേക്ക് വാക്ക് തന്നെയാണ് ലാലേട്ടൻ ഈ ബെൻസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. പിന്നെയുള്ളൊരു ഐറ്റം ലാലേട്ടനോട് ബാക്കി ഇപ്പം മണിയമ്പിള്ള രാജു ഉണ്ട്, ഇർഷാദ് അലി, ബിനു പപ്പു, ഇവരുടെ റോള് ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഫർഹാൻ ഫാസിൽ, ഇവർക്കൊക്കെ കിട്ടിയ റോൾ, അർജുൻ അശോകൻ, ഇവർക്കൊക്കെ കിട്ടിയ റോൾ അവർ ഭംഗിയാക്കിയിട്ടുണ്ട്. അതല്ല, ഒരു മാരകമായിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസറുടെ വേഷം ചെയ്ത ആളുടെ പേര് ഞാൻ വിക്കിപീഡിയയിൽ തപ്പിയപ്പോൾ കിട്ടിയത് പ്രകാശ് വർമ്മ എന്നാണ്. കുറച്ച് നോക്കിയപ്പോൾ കണ്ടത് പുള്ളി ആഡ് ഫിലിംസ്, ഡയറി മിൽക്കിൻ്റെ അങ്ങനെയുള്ള കുറേ ഇതിൻ്റെ ആഡ് ഫിലിംസൊക്കെ ചെയ്തൊരു ഞെരിപ്പായിട്ടായിരുന്നു. ലാലേട്ടനോട് കട്ടയ്ക്ക് നിൽക്കണ ഒരൈറ്റം അഭിനയത്തിൽ. ലാലേട്ടനോട് കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുക. സാധാരണ ലാലേട്ടൻ്റെ ഇൻ ആൻഡ് ഔട്ട് പെർഫോമൻസിൽ ലാലേട്ടനപ്പം കട്ടയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗതി ചേട്ടൻ, തിലകൻ ചേട്ടൻ, അങ്ങനെയുള്ള ലെജൻസായ ആൾക്കാർക്ക് മാത്രം പറ്റിയിരുന്നൊരു സംഭവമായിരുന്നു അത്. അവരെ പോലെയൊക്കെ തന്നെ ലാലേട്ടനോട് കട്ടയ്ക്ക് പിടിച്ച് അങ്ങനൊരു ഹായ് എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അതൊക്കെ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു രോമാഞ്ചമാണ്. പിന്നെ ലാലേട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയുന്നത്. ഷുവർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്റർ. ഫാമിലി ഇനി ഒഴുകാൻ പോവുകയാണ് തിയേറ്ററിലേക്ക്. അടുത്തൊരു 100-150 crore മിനിമം ലോഡിംഗ് ആണ്. തുടരും. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കുക. ആരും തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കാമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് ഇന്നത്തെ ദിവസം തന്നെ വേർഡ് ഓഫ് മൗത്ത് വഴി ഗംഭീരമായിട്ടുണ്ട്. ഒരു ലാലേട്ടൻ ഫാനായ എന്നെ തിയേറ്ററിൽ അവസാനം ഇതാ കണ്ടത്, അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യിച്ചത്
എനിക്ക് തോന്നുന്നു ലൂസിഫറാണെന്ന് തോന്നുന്നു. ഒരു ഇൻ ആൻഡ് ഔട്ട് ലാല. എമ്പുരാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിനൊരു ഫാൻ ബോയ് പടമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എമ്പുരാനെ. അപ്പോൾ ലൂസിഫർ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഉള്ളിലെ മോഹൻലാൽ ആരാധകനെ 100% തൃപ്തിപ്പെടുത്തിയൊരു സ്ക്രീൻ പ്രസൻസ് കൊണ്ടും ആക്ടിങ് കൊണ്ടും. ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ മാനറിസംസും ഈ പടത്തിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തുടരും. തരുൺമൂർത്തി സൂപ്പർ. ആ ലാലേട്ടൻ എപ്പോഴത്തേയും പോയിട്ടില്ല എന്ന് കാണിച്ചു തന്നതിന്. ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവന്നൊന്നും പറയില്ല, കാരണം ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല. ലാലേട്ടന് പെർഫോമൻസ് ചെയ്യാനുള്ള റോള് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരാളില്ല ലാലേട്ടനെ വെല്ലാൻ. ആസ് ആൻ ആക്ടർ, ഗോഡ് ഓഫ് ആക്ടിങ്, ദ ഗ്രേറ്റ് ലെഫ്റ്റനൻറ്റ് കേണൽ ലാലേട്ടൻ.